ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇതാ ഈ അൾത്താരയിൽ എഴുന്നള്ളി വരാൻ പോകുന്ന സമയമാണ്. ഇത് നിൻ്റെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നാഥനായ കർത്താവ് നിന്നിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്കെല്ലാം ഇറങ്ങി വരുന്ന സ്വർഗീയ നിമിഷമാണ്. അത് സ്വർഗീയ നിമിഷമാണ്. ഈ ഭൂമിയിൽ സ്വർഗം ഇറങ്ങി വരുമ്പോൾ നമ്മളായിരിക്കുന്ന അനുഭവം സ്വർഗീയ അനുഭവമായിട്ട് മാറും. സ്വർഗീയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായിട്ട് മാറും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അൾത്താരയിലേക്ക് നീ ഇറങ്ങി വരുമ്പോൾ, സക്രാരി വിട്ട് അൾത്താരയിലേക്ക് നീ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഈ സ്വർഗീയ സാന്നിധ്യമായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയുടെ ഗാനമാലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുമെൻ ഹൃദയം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനെ. ഈശോയെ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിൽ ആനന്ദമേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് ഈ അൾത്താരയിലുണ്ട്. 115 സങ്കീർത്തനം 12 മുതലുള്ള വചനങ്ങളിൽ അതല്ലേ പറയുക, മോനെ, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും. കർത്താവിൻ്റെ ഭക്തന്മാര് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഇതാ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന, ആലോചിക്കുന്ന വിചാരമുള്ള നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ ആലോചനയിൽ മക്കളെ നമ്മളുണ്ട്. അവൻ്റെ ചിന്തയിൽ വരാൻ മാത്രം നമുക്ക് എന്തു മേന്മയുണ്ട്. എന്നിട്ടും അവൻ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ, അവൻ നമ്മെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടല്ലോ. നമ്മെക്കുറിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചും നമ്മുടെ വേദനകളെക്കുറിച്ചും നമ്മുടെ തിക്താനുഭവങ്ങളെക്കുറിച്ചും നമ്മുടെ മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചും നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെക്കുറിച്ചെല്ലാം കർത്താവിന് ആലോചനയുണ്ട്. നമ്മെക്കുറിച്ച് ഇതുപോലെ ആലോചനയുള്ള, വിചാരമുള്ള കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം നിങ്ങളുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുക. നീ ചോദിക്കുന്നതും യാചിക്കുന്നതൊക്കെ നിനക്ക് തരാൻ കഴിവുള്ളവനായ കർത്താവുണ്ട്. സ്വന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടോ നിന്നോ നിങ്ങളുടെ അവസ്ഥകൾ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് മക്കളെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടാതെ പോകില്ല. നിന്റെ പ്രാർത്ഥനകളൊന്നും തന്നെ വിഫലമാകില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം നീ സ്വീകരിക്കും, നീ കാണും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 7:7 വചനം പറയുകയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് പറയാണ്, ചോദിക്ക് നിങ്ങൾക്ക് ലഭിക്കും. മക്കളെ, നമ്മൾ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാൻ പലതുണ്ട്. പലരോടും ചോദിച്ച് കിട്ടാത്ത പലതും നിന്റെ കർത്താവിനോട് ചോദിച്ചാൽ കിട്ടും. പലരുടെ മുമ്പിൽ യാചിച്ചിട്ട് ലഭിക്കാത്തത് നിന്റെ കർത്താവിന് മുമ്പിൽ യാചിച്ചാൽ നിനക്ക് കിട്ടും. വചനം പറയുന്ന ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രോമിസാണ്. ചോദിക്ക്, കർത്താവിനോട് ചോദിക്ക്. അപ്പോ തമ്പുരാൻ നിനക്ക് തരാതിരിക്കില്ല. കാരണം നിന്നെക്കുറിച്ച് കർത്താവിന് ആലോചനയുണ്ടല്ലോ, നിന്നെക്കുറിച്ച് നിന്റെ കർത്താവിന് വിചാരമുണ്ടല്ലോ. ഉണ്ട്. വചനം പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ കർത്താവിൽ അന്വേഷിക്കണം, കണ്ടെത്താൻ പറ്റും. നിന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയോ, കർത്താവിൽ അന്വേഷിക്ക്. പരിശുദ്ധിയുടെ നിറകുടമായ കർത്താവിൽ അത് കണ്ടെത്താൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. ദാമ്പത്യ ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും ഐക്യമൊക്കെ നഷ്ടപ്പെട്ടു പോയോ, കർത്താവിൽ അന്വേഷിക്ക്. കർത്താവിൽ നിന്റെ ജീവിതം പുതുക്കി പണിയാൻ നിനക്ക് പറ്റും. നിന്റെ ആത്മീയ ജീവിതം, നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയോ, താറുമാറായോ, തകർന്നു പോയോ, കർത്താവിൽ അന്വേഷിക്ക്. നിനക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റും. അതല്ലേ പറഞ്ഞ് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്നാ പറഞ്ഞ്. കണ്ടെത്തും. സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ് എന്നാ കർത്താവ് പറഞ്ഞത്. അന്വേഷിക്ക്, അന്വേഷിക്ക്, കണ്ടെത്തും. കർത്താവിനെ അന്വേഷിക്ക്, കർത്താവിനെ നീ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നീ ദൈവത്തെ കണ്ടുമുട്ടും. എന്തെല്ലാം വേണം? സമാധാനം വേണോ? അന്വേഷിക്കണം. സന്തോഷം വേണോ? അന്വേഷിക്കണം. നമ്മൾ പറയാറില്ല, ഒരു ജോലി വേണോ? നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങണം, അന്വേഷിക്കണം. ഒരു പഠന മേഖലയിലും ഭാവി ജീവിതത്തിലൊക്കെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ വെറുതെ ഇരുന്നാൽ ഇതൊന്നും വീട്ടിലേക്ക് വരണമെന്നില്ല. മോളെ അന്വേഷിച്ചിറങ്ങടി, മോനെ അന്വേഷിച്ചിറങ്ങടി എന്നൊക്കെ പറയാറില്ലേ? നമ്മൾ അന്വേഷിച്ചാൽ, ആത്മീയ രഹസ്യങ്ങൾക്കായി അന്വേഷിക്കാൻ തയ്യാറായാൽ, സ്വർഗീയ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. എന്നിട്ട് പറയാം, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവിനെ മുട്ടിയാൽ നിശ്ചയമായിട്ട് അവൻ നമുക്ക് തുറന്നു തരും. ഹൃദയമാകുന്ന വാതിലിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ തുറന്നു കൊടുത്താൽ അവൻ നമ്മളിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് മോനെ മോളെ, ഇതെല്ലാം കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞതാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്നും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടുമെന്നും. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്കും ചോദിക്കാം. ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെയാകണം ചോദിക്കാൻ. എൻ്റെ സ്വാർത്ഥത നടക്കാനല്ല, എൻ്റെ ഇഷ്ടം മാത്രം പൂർത്തിയാകാനല്ല പ്രാർത്ഥിക്കുന്നത്. ഈശോയെ നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാ ചോദിക്കുന്നത്. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ അമർത്തി കുലുക്കി തരാൻ നിന്റെ ദൈവത്തിന് പറ്റും. നീ ചോദിക്കാതെ തന്നെ മോളെ മോനെ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് നിന്റെ ദൈവം. ആ കർത്താവിന് മുന്നിൽ നീ ചോദിക്കും, നിനക്ക് തരൂന്നല്ലേ പറഞ്ഞേ. അന്വേഷിക്കേ, കണ്ടെത്തൂ എന്നല്ലേ പറഞ്ഞേ. മുട്ടുവിൻ തുറന്നു കിട്ടുമെന്ന് പറഞ്ഞില്ലേ. വിശ്വാസത്തോടെ ചോദിക്കാം, വിശ്വാസത്തോടെ അന്വേഷിക്കാം, വിശ്വാസത്തെ മുട്ടി നോക്കാം. തമ്പുരാൻ നമുക്കായിട്ട് തുറന്നു തരട്ടെ. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഏതാനും നിമിഷം
കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ഹല്ലേലൂയ. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠൻ. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. ആമേൻ. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠൻ. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. ചോദിപ്പോർക്കു സർവവും നൽകിയിടുന്ന സ്നേഹം. അന്വേഷിച്ചിടുന്നോർക്കു നിൻ രാജ്യം നൽകും സ്നേഹം. ചോദിപ്പോർക്കു സർവവും നൽകിയിടുന്ന സ്നേഹം. അന്വേഷിച്ചിടുന്നോർക്കു നിൻ രാജ്യം നൽകും സ്നേഹം. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠം. യേശുവേ എൻ ജീവൻ നീ കാത്തിടുന്ന സ്നേഹം. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠൻ. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകൾ എൻ്റെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. ഇന്നലകളിൽ തമ്പുരാനെ ചങ്കു പറച്ച് ചങ്കുപൊട്ടി നിന്റെ മുമ്പിൽ നിലവിളിച്ച ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളുണ്ട്. കർത്താവെ, നീ എന്നോട് കരുണ കാണിക്കാൻ പറ. ജോലിയില്ലാത്ത മക്കളെ ഈ നിമിഷം പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. പഠന മേഖലകളിൽ പരാജയങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ. എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടങ്ങളും തകർച്ചകളുമായി കടന്നു പോകുന്ന ജീവിതങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. മുന്നോട്ട് പോകാൻ പറ്റാതെ പലവിധ പ്രതിസന്ധികളിലായിരിക്കുന്ന മക്കളുണ്ടാകാം. പലവിധ പ്രതികൂല ജീവിതത്തിന്റെ അനുഭവങ്ങളാൽ വേട്ടയാടപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും. ഈശോ ഇതാ നിന്റെ ചാരയുണ്ട്, അവൻ നിനക്കായി തുറന്നു തരും. അടഞ്ഞു കിടന്ന വഴികളെല്ലാം അവൻ നിനക്കായി തുറന്നു തരും. മുട്ടുവിൻ, നിനക്ക് തുറന്നു തരുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അത് വിശ്വസിക്ക്, അത് വിശ്വസിക്ക്. കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും. അടഞ്ഞു പോയതെല്ലാം കർത്താവ് തുറന്നു തരും. കർത്താവേ, ജോലി മേഖലകൾ അടഞ്ഞുപോയ മക്കളുണ്ട്. വിവാഹത്തിന്റെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട്. പഠന മേഖലകളിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട്. വിദേശ യാത്രകളെല്ലാം അടഞ്ഞുപോയ മക്കളുണ്ട്. കർത്താവേ, സാമ്പത്തിക വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, തുറക്കണമേ, തുറക്കണമേ. മുട്ടുവിൻ, തുറക്കപ്പെടുമെന്നല്ലേ വചനത്തിൽ പറഞ്ഞത്? കർത്താവേ, അടഞ്ഞു കിടക്കുന്നതെല്ലാം തുറന്നു കൊടുക്കണമേ. ചെങ്കടലിനെ തുറന്ന കർത്താവേ, ഇവിടെ ജീവിതത്തിലെല്ലാം അടഞ്ഞുപോയത് തുറന്നു കൊടുക്കണമേ, തുറന്നു കൊടുക്കണമേ. ഈശോയെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യം തുറന്നിടും. മുട്ടുവിൻ, സ്വർഗരാജ്യം തുറന്നിടും. സ്നേഹത്തിൻ രാജ്യമിന്ന് അണഞ്ഞിടും. മുട്ടുവിൻ, സ്വർഗരാജ്യം തുറന്നിടും. സ്നേഹത്തിൻ രാജ്യമിന്ന് അണഞ്ഞിടും. ഞാനറിയാതെ എൻ ആവശ്യം നൽകിയിടുന്ന
യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠൻ. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠൻ. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. ചോദിപ്പോർക്കു സർവവും നൽകിയിടുന്ന സ്നേഹം. അന്വേഷിച്ചിടുന്നോർക്കു നിൻ രാജ്യം നൽകും സ്നേഹം. യേശുവേ നീ എനിക്ക് എത്രയോ ശ്രേഷ്ഠം. യേശുവേ എൻ ജീവൻ കാത്തിടുന്ന സ്നേഹം. കർത്താവിൻ്റെ വചനം കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അതോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. കർത്താവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായിട്ട് കർത്താവ് നന്മകൾ നൽകും. ഈ നിമിഷം നിങ്ങൾക്ക് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളെ, കുടുംബത്തെ മുഴുവനും സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നമ്മളെ വേദനിപ്പിച്ചവരെയും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയവരെയും നമ്മളെ ഏതെങ്കിലും രീതിയിൽ മുറിപ്പെടുത്തിയവരെയും കേസ് കൊടുത്ത് എല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ ചോദിക്കുന്നതിലും അധികം തരാൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരുന്നു കൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. കുടുംബാംഗങ്ങളെല്ലാം ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ ദിവികാടനാഥന്റെ സന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നതെല്ലാം ഈശോ എടുക്കും. കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുന്നതെല്ലാം ഈശോ എടുക്കും. നിന്റെ സ്വകാര്യ ദുഃഖങ്ങളാകാം, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളാകാം, നിന്റെ വരുമാന മാർഗങ്ങളിലുള്ള പ്രതിസന്ധികളാകാം, നിന്റെ വിവാഹത്തിന് മേലുള്ള എന്തും ആകട്ടെ, നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ വെക്കുന്നതൊക്കെ കർത്താവ് എടുക്കും. പ്രത്യേകിച്ച് മോനെ കുടുംബത്തിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ടോ? കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് നാളുകളായോ? ഒരിറ്റ സമാധാനത്തിന് സന്തോഷത്തിനൊക്കെ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒത്തിരി ഇന്നലകൾ നിന്റെ ജീവിതത്തിലില്ലേ? ഈശോയ്ക്ക് കൊടുത്തേ. ആ കുടുംബത്തിന്റെ അവസ്ഥകൾ, അന്തരീക്ഷമൊക്കെ ഈശോയ്ക്ക് കൊടുത്തേ. ആരാ കുടുംബത്തിന്റെ സമാധാനം കളയുന്നത്? ആരുമൂലമാ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്? ആ വ്യക്തികളെ ഈശോയ്ക്ക് കൊടുത്തേ. ജീവിത പങ്കാളിയുടെ ദുസ്വഭാവമാണോ? മക്കളുടെ ദുശീലമാണോ? മക്കളുടെ പാപത്തിലുള്ള ജീവിതമാണോ? മദ്യത്തിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്തുള്ള വല്ലാത്ത നൊമ്പരവും ഭാരവുമാണോ നിന്റെ കുടുംബത്തിന്റെ മുഴുവനും സ്വസ്ഥത കളഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയതാണോ കുടുംബത്തിലെ സ്വസ്ഥതക്കേടിന്റെയും സമാധാനക്കേടിന്റെയൊക്കെ കാരണമായത്? എന്താണ് മോളെ വിഷയം? നിനക്കറിയാലോ. മോനെ എന്താ വിഷയം? ഈശോയ്ക്ക് കൊടുത്തേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന സമയമാണ്. അടഞ്ഞു കിടക്കുന്നതും തകർന്നു കിടക്കുന്നതും തരിപ്പണമായി കിടക്കുന്നതൊക്കെ കർത്താവ് പുനഃസ്ഥാപിക്കാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തിൽ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേല് ദൈവം തൻ്റെ കാരുണ്യം ചൊരിയാൻ പോകുന്ന നിമിഷങ്ങളാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുണ്ടോ? അലച്ചിലുകളുണ്ടോ? ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പാമ്പും കീരിയും പോലെ എപ്പോഴും അസ്വസ്ഥതകളാണോ? ഒരാൾക്ക് മറ്റൊരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ? ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? സ്വന്തം അപ്പനമ്മയെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ നിൻ്റേത്? സ്വന്തം കൂടപ്പിറപ്പുകളോട് സ്നേഹത്തോടും സൗഹൃദത്തോടും ഒക്കെ പെരുമാറാൻ പറ്റാത്ത അവസ്ഥയാണോ നിൻ്റേത്? എവിടെയാണ് മോനെ നിന്റെ കുടുംബത്തിൽ അസ്വസ്ഥതകളുള്ളത്? പ്രാർത്ഥനയില്ലേ? സന്ധ്യാപ്രാർത്ഥന പോലും ഇല്ലാത്തതാണോ നിന്റെ കുടുംബം? എന്തൊക്കെയാണ് നിന്റെ കുടുംബത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ആ വിഷയങ്ങൾ ഈശോയ്ക്ക് കൊടുക്കണം. കർത്താവ് നിന്റെ കുടുംബത്തിൻ്റെ മേൽ കരുണ കാണിക്കുന്ന സമയമാണ്. നിന്റെ കുടുംബത്തിൽ ആരാണ് രോഗിയായി കിടക്കുന്നത്? ആരുടെ രോഗാവസ്ഥകളാണ് നിങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്? ചില മാരക രോഗം മൂലം വേദനിക്കുന്ന ഒരു കുടുംബത്തിലുണ്ടോ? അവിടെ രോഗം മൂലം കുടുംബത്തിന് മുഴുവൻ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോയോ? ചേർത്ത് വയ്ക്ക്. ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്ക്. നിന്റെ അപ്പനെ, നിന്റെ അമ്മയെ,
നിന്റെ കൂടപ്പുറപ്പിനെ, നിന്റെ കൈക്കുഞ്ഞിനെ ഒക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വരുന്ന വിട്ടുവിട്ട് വരുന്ന രോഗപീഠകള്, പാരമ്പര്യ രോഗങ്ങള്, ഇന്നൊക്കെ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോൾ മോനെ നിന്റെ കുടുംബത്തെ സമർപ്പിക്കുക. കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുക. കർത്താവ് ഇടപെടട്ടെ, കർത്താവ് ഇടപെടട്ടെ. ഇത്രയും നാളായിട്ടും ഒരു മാറ്റമില്ലല്ലോ, ഇത്രയും നാളായിട്ടും പ്രശ്നങ്ങളൊന്നും മാറിയില്ലല്ലോ, പ്രതിസന്ധികളൊന്നും മാറിയില്ലല്ലോ. കർത്താവിന് വിട്ടുകൊടുക്ക്. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കട്ടെ. കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുമ്പോ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്ക്. ആ വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, മക്കളോട് കരുണ കാണിക്കണമേ. ഈശോയെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. കർത്താവേ ഇടപെടണമേ. ഈശോയെ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടസ്സപ്പെട്ട് കിടക്കുന്നതെല്ലാം കർത്താവേ നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുപോയതെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള അസ്വസ്ഥതകള്, അസമാധാനങ്ങള്, ഭിന്നതകള്, ഈ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളെയും എല്ലാവിധ പൈശാചിക ശക്തി ഉപദ്രവങ്ങളെയും യേശുവിന്റെ സാന്നിധ്യത്തിൽ അഴിഞ്ഞു പോകാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ കരുണ കാണിക്കണമേ. ഈശോയെ കരുണ കാണിക്കണമേ. ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ വലിയ കാരുണ്യത്തിന്റെ കരം ഇപ്പോൾ ഈ നിമിഷം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയനേ, കരുണാമയനേ, ഈശോയെ അടിയനീ പൊടിയാടെന്നോർത്തിടണമേ. ആമേൻ. അലറുന്നീ ആഴിയില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. ആമേൻ. എന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ, യേശുവേ, കരുണാമയനേ. മോനെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയപ്പെടാൻ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും കർത്താവിന്റെ വലിയ കരുണ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ഒഴുകിയിറങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിതങ്ങൾ കുടുംബത്തിലില്ലേ? കർത്താവിന്റെ കാരുണ്യം വെളിപ്പെട്ട് കിട്ടേണ്ട വിഷയങ്ങൾ കുടുംബത്തിലില്ലേ? കർത്താവിന്റെ കാരുണ്യം നിന്റെ കുടുംബത്തിൽ ഏതെല്ലാം മേഖലകളിൽ വർഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആ വിഷയങ്ങളെല്ലാം ഈശോ കൊടുക്കുക. ഈശോയുടെ ഉള്ളുകൊണ്ട് പറ, ഈശോയെ എൻ്റെ മകന്റെ മേൽ കരുണ കാണിക്കണമേ. ഈശോയെ എൻ്റെ മകളുടെ മേൽ കരുണ കാണിക്കണമേ. ഈശോയെ എൻ്റെ കുടുംബത്തിന്റെ വരുമാന മാർഗങ്ങളുടെ മേൽ കരുണ കാണിക്കണമേ. ഈശോയെ എൻ്റെ കുടുംബത്തിന്റെ എല്ലാ അസ്വസ്ഥതകളുടെ മേലും ഞെരുക്കങ്ങളുടെ മേലും നിന്റെ കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കരുണാമയനേ, കരുണാമയനേ, ഈശോയെ യേശുവേ നീ എൻ്റെ ഉപനിധിയേ. ആമേൻ. എന്നെ അനന്യനായി കാത്തിടുന്ന ഈശോയെ നിൻ സ്നേഹമൊരു ദിവ്യ ജ്വാലയാണേ. നിന്നെ അനുഗമിച്ച ഈശോ ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, ഈശോയെ കരുണാമയനേ, യേശുവേ, കരുണാമയനേ.
ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ താമസിക്കുന്ന ഭവനം, നിങ്ങളുടെ സ്വന്തം ഭവനം, നിങ്ങളായിരിക്കുന്ന ഭവനം, ആ ഭവനത്തിൻ്റെ 4 കോണുകളും വിശ്വാസത്തിൽ കാണുക. നിങ്ങൾ താമസിക്കുന്ന പറമ്പിൻ്റെ 4 അതിരുകളും വിശ്വാസത്തിൽ കാണുക. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടും കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ടും വിശ്വാസത്തിൽ അവയെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന തിന്മകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരെ നിൽക്കുന്ന തിന്മകൾ, അപകട മരണങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, അകാല മരണങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബ കലഹങ്ങൾ, വിവാഹമോചനങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, തിന്മയായിട്ടുള്ളതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ വരാതിരിക്കാൻ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കോട്ട തീർത്ത് ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ കട്ടിലപ്പടികളെ മുദ്രയിടുക. വിശ്വാസത്തിൽ, ബൈ ഫെയ്ത്ത്. പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ട കട്ടിലപ്പടികളെ കണ്ടപ്പോൾ സംഹാരദൂതൻ തൊടാതെ കടന്നുപോയില്ലേ? പുതിയ നിയമത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ട് നിന്നെ, നിന്റെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ ഒക്കെ മുദ്രയിട്ടാൽ ഒരു സംഹാരദൂതനും നിന്നെ സ്പർശിക്കില്ല. ഒരു തിന്മയ്ക്കും നിന്റെ മേലോ നിന്റെ കുടുംബത്തിൻ്റെ മേലോ അധികാരം കിട്ടില്ല. വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ കരങ്ങൾ രണ്ടും ഇങ്ങനെ യാചനാപൂർവ്വം പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കുക. വിശ്വാസത്താൽ ആ തിരുരക്തം തളിക്കപ്പെടേണ്ട വിഷയങ്ങളും വ്യക്തികളും കുടുംബത്തിൻ്റെ അവസ്ഥകളും അന്തരീക്ഷമൊക്കെ മനസ്സിൽ കണ്ട് കർത്താവിൻ്റെ തിരുരക്തം തളിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ്. യേശുവിൻ്റെ ആശീർവാദം, യേശുവിൻ്റെ സാന്നിധ്യം ആ വിഷയങ്ങളിലേക്കെല്ലാം മുദ്ര ചെയ്ത് ഇറങ്ങി വരുന്ന സമയമാണ്. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആ വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നിത്യവിശുദ്ധ